നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 415th ഡേ. ടുഡേ 6th chapter 15th ശ്ലോകം. ഫോർ ഡീറ്റെയിൽസ് പ്ലീസ് സീ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഗീതാസ് ഭക്തി ഗീതം, ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 415ാം ദിവസം. ഇന്ന് 6ാമത്തെ അധ്യായത്തിലെ 15ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 6ാമത്തെ അധ്യായത്തിലെ 15ാമത്തെ ശ്ലോകം. ഓം ശ്രീകൃഷ്ണായ നമഃ. ഫലപുഷ്പദളൈർവർഷ്വേ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഫലപുഷ്പദളൈർവിശ്വഗിധാനേന വിരാജിത, ചതുർദിക്ഷുദജാരോപോ സമ്പദ്വി ബഹുസമ്പദ്വിരാജിത. ഫലപുഷ്പദളൈർവിശ്വഗിധാനേന വിരാജിത, ചതുർദിക്ഷുദജാരോപോ ബഹുസമ്പദ്വിരാജിത. ഓം തത്സത്. പറയുകയാണ്, ആ കുലവാഴ കൊണ്ട് ഒരു അലങ്കരിച്ചുകൊണ്ടുള്ളൊരു മണ്ഡപം നിർമ്മിക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുകയാണ്, അവിടെ പുഷ്പങ്ങൾ, ദളങ്ങൾ, ഫലങ്ങൾ, വിശേഷ ഫലങ്ങൾ ഇവയൊക്കെ കൊണ്ട് ആ മണ്ഡപം വിധാനിച്ച് ശോഭ വരുത്തണം. 4 ഭാഗത്തും നല്ല വിലപിടിച്ച, അതായത് നന്നായിട്ടുള്ള വസ്ത്രങ്ങൾ കൊണ്ട് അലങ്കാരങ്ങൾ ചെയ്തിട്ടുള്ള ധ്വജങ്ങളൊക്കെ ഉണ്ടാകും. ധ്വജങ്ങൾ എന്ന് പറഞ്ഞാൽ കൊടി. പലതരം വിശേഷ വസ്ത്രങ്ങൾ കൊണ്ട്, നല്ല വസ്ത്രങ്ങൾ കൊണ്ടുള്ള കൊടികൾ ഉണ്ടാക്കി ചുറ്റും സ്ഥാപിക്കണം. ഈ മണ്ഡപത്തിൻ്റെ ചുറ്റും സ്ഥാപിക്കണം എന്നാണ് പറയുന്നത്. പലതരം കളറുള്ള വിശേഷ കൊടികൾ നമ്മൾ ഇപ്പോഴും പല സ്ഥലത്തും വിശേഷപ്പെട്ട സ്ഥലത്തൊക്കെ കാണുന്നതാണ്. അതൊക്കെ ആദ്യകാലത്ത് തന്നെ പറയപ്പെട്ടതാണെന്ന് നമുക്കിതിൽ നിന്ന് വിശേഷമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നടത്തുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും മഹത്വമുള്ള സ്ഥലത്ത് വിവിധ തരത്തിലുള്ള കൊടികൾ കൊണ്ടുള്ള അലങ്കാരം ആ കാലത്ത് തന്നെ പറയപ്പെട്ടിട്ടുള്ളതാണ്. ആ മണ്ഡപം നിർമ്മിക്കുന്ന മണ്ഡപത്തിൽ, അതായത് സപ്താഹം നടത്തുവാൻ നിശ്ചയിച്ച് തിരഞ്ഞെടുത്ത സ്ഥലത്ത് നിർമ്മിക്കുന്ന മണ്ഡപത്തിൽ വിശേഷമായിട്ടുള്ള ഫലങ്ങളും പുഷ്പങ്ങളും പുഷ്പങ്ങളുടെ ദളങ്ങളും ഒക്കെ കൊണ്ട് വിധാനിച്ച് അലങ്കരിക്കണം, ഭംഗി വരുത്തണം. അതിനുശേഷം 4 ഭാഗത്തും നല്ല വിലപിടിച്ച ഭംഗിയുള്ള വസ്ത്രങ്ങൾ കൊണ്ടുള്ള കൊടികൾ, ധ്വജങ്ങൾ ഉണ്ടാക്കി വയ്ക്കണം എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ചതുർദിക്ഷു 4 ഭാഗം. ധ്വജ എന്ന് പറഞ്ഞാൽ കൊടിയാണ്. ബഹുസമ്പദ്വി രാജ, വളരെയധികം സമ്പദിച്ച് വില കൂടിയിട്ടുള്ള അത് വിരാജിക്കണം എന്നാണ് പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ഫലപുഷ്പദളൈർവിശ്വഗിധാനേന വിരാജിത, ചതുർദിക്ഷുദചാരാഭോ ബഹുസമ്പദ്വിരാജിത. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മയും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓം തത്സത്.